കാവടി എടുക്കുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള കാപ്പ് കിട്ടുന്ന പരിപാടിയാണ് ഇന്ന്. അമ്മയുടെ ഒരു നേർച്ചപ്രകാരം വെച്ച് ഈ വർഷം എന്തായാലും കാവടി എടുക്കാൻ തീരുമാനിച്ചു. തീരിക്കാവടിയാണ് കേട്ടോ ഞാൻ ഈ വർഷം എടുക്കുന്നത്. അല്ല പറവക്കാവടി അഗ്നിക്കാവടി അങ്ങനെ ഒന്നുമല്ല, സാധാ കാവടിയാണ് എടുക്കുന്നത്. അത് ആദ്യമേ ഞാൻ പറയാം. പോറ്റി നേരിച്ചു തന്ന കാപ്പ് ഞാൻ തന്നെ കെട്ടാന്ന് പറഞ്ഞ് എന്റെ മാമന്റെ മോൻ കാപ്പ് എടുത്ത് ചന്ന പിന്നെ കെട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലും രക്തോട്ടം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. കാപ്പ കെട്ടി കഴിഞ്ഞ ശേഷം പോറ്റി പറഞ്ഞത് അമ്പലത്തിൽ വെച്ചാൽ പ്രസാദം നേയിച്ചിട്ടുണ്ട്, അങ്ങ് എടുത്തോളം പറഞ്ഞിട്ടാ. ഞാൻ നോക്കിയപ്പോൾ നല്ല കടുംപായസം പിന്നെ വെണ്ണ കേട്ടോ. വെണ്ണ അടിപൊളിയാണ്. വെണ്ണ ഭയങ്കര ടേസ്റ്റ് ആണ് അടിക്കുക. അങ്ങനെ ആദ്യം ഒരു ഇലയിൽ കുറച്ച് കടുംപായസം എടുത്തിട്ടിട്ട് അതിൽ കുറച്ച് വെണ്ണയോടെ ഇങ്ങനെ കോരി അങ്ങ് വയ്ക്കും. അതിലോട്ട് നമ്മളെ ഗണപതി ഹോമത്തിന്റെ പ്രസാദം ഉണ്ട് കേട്ടോ. ശർക്കര, തേങ്ങ, കൽക്കണ്ടം അങ്ങനെ എല്ലാം കൂടെ ഉണ്ട്. അപ്പൊ അതും ഇതും കൂടെ ഒരു മിക്സ് ചെയ്തൊരു പിടിയുണ്ട്. അത് അടിപൊളിയാണ് കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇനി എങ്ങനെ ഞാൻ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയാം. സാധനം സെറ്റ് ടേസ്റ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് നേരെ പൊങ്കാല ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയും പൊക്കിക്കൊണ്ട് നേരെ തിരുമണമ്പൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ട് എത്തിയിട്ട് അപ്പൊ അവിടെ അന്ന് കൊടിയേറ്റാണ്. അപ്പൊ ഇവിടുത്തെ കൊടിയേറ്റിനോടനുബന്ധിച്ചാണ് നമുക്ക് കാപ്പും കിട്ടുന്നത് കേട്ടോ. എല്ലാവരും ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ കാവടിയുണ്ട്. എന്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത കാവടിയാണ്. അത് ഇവിടെ വന്ന് കണ്ടോ എല്ലാവർക്കും മനസ്സിലാവും. കാരണം വെച്ചാൽ എല്ലാത്തരം കാവടിയുണ്ട് കേട്ടോ. പീലിക്കാവടി, അഗ്നിക്കാവടി, പറവക്കാവടി, എല്ലാ പരിപാടികളുണ്ട്. അപ്പൊ കാവടി ഘോഷയാത്ര നടക്കുന്നത് ഏപ്രിൽ 26-ാം തീയതി. അപ്പൊ പറ്റുന്നവർ അത്ര ഇങ്ങോട്ട് വരിക, കാവടിയെ കാണുക, മനസ്സറിഞ്ഞ് തൊഴുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.